സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്താട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ഈ സ്ഥലം സഭയുടെ കർത്തദാസന്മാരായിരിക്കുന്ന പ്രിയ ഡേവിഡ് പാസ്റ്ററിന്റെ കുടുംബം, അതുപോലെ പാസ്റ്റർ ലോറൻസ് തന്റെ കുടുംബം, സഭാ മക്കള്, വിവിധ ഇടങ്ങളിൽ നിന്ന് സഭാ സംഘടന വ്യത്യാസമെന്നേ ഇന്ന് രാത്രി കാലം ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുവിന്റെ നാമത്തില് സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മനോഹരമായ ഒരു ഗാന ശുശ്രൂഷയുടെ നടുവിൽ നമുക്കായിരുന്നു നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ ദൈവം നമുക്ക് മഹാഭാഗ്യം നൽകിയല്ലോ. ജോസ് ബ്രദർ 82 പാടാൻ കയറുന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥന ചിന്തിച്ചു, ഞാൻ പിറന്നു വീണതേ ഉള്ളൂ. ആ സമയത്ത് കർത്താവിനെ ഉയർത്തുവാൻ, പ്രൈസ് ഗോഡ്, യൗവനക്കാർ അനേകം തെറ്റിപ്പോകുന്ന കാലയളവിൽ കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവ് കൊടുത്ത കഴിവിനെയും കർത്താവ് കൊടുത്ത സൗണ്ടിനെയും കർത്താവ് കൊടുത്ത സകലതിനെയും കർത്താവിന് കൊടുക്കുന്നതിലുപരി വേറൊരു നന്മയും ഇല്ല എന്ന് ഈ ഉലകത്തിൽ മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രികാലം ഇതിന്റെ നടുവിൽ ഉയർത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിരീക്ഷകന്റെ അല്ലെങ്കിൽ എഴുത്തുകളെ പോലും മാറ്റിമറിക്കുവാൻ തന്റെ ഭക്തന്റെ നിസ്സാര ആഗ്രഹത്തെ പോലും സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല, എത്ര ആരാധിച്ചാലും മതിയാവുകയില്ല. അത്രത്തോളം ദൈവ കൃപയ്ക്കകത്ത് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. എന്റെ മുൻപില് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എങ്കിലും ദൈവം അറിയിച്ച ആലോചന ദൈവസന്നിധിയിൽ അറിയിച്ച് താണ്ടിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 12-13 വാക്യം ഒരാള് ശബ്ദമുയർത്തി വായിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ എല്ലാവരും വായിച്ച് ധ്യാനിച്ച് അനേകർക്ക് സുപരിചിതമായിരിക്കുന്ന എന്നെ ദൈവം പൈതലാക്കി തീർത്തത് ഈ ദൈവത്തിന്റെ വചനമാണെന്ന് ഒരു കാലത്തും മറന്നു പോകാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വചനമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. ആരാണ് ദൈവമക്കൾ? എങ്ങനെയാണ് ഒരു ദൈവ പൈതലായി എനിക്കും നിങ്ങൾക്കും തീരുവാൻ കഴിയുന്നത്? ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം ജനവും ഈശ്വര വിശ്വാസികളാണ്. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണില്ല. നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ രാത്രി യാമങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യായാമങ്ങളിൽ ഇടവഴികളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഏത് വീടുകളിൽ ചെന്നാലും ഈശ്വര നാമം ജപിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈശ്വര എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി തീരുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആഥൻസിൽ ചെന്ന് പ്രസംഗിക്കുന്ന അപ്പസ്തോലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 17-ാം അധ്യായം 28-ാം വാക്യത്തില് താൻ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. വായിക്കാം. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുക. ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ സന്താനം അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ്. നമുക്കറിയാം, ഒരു വ്യത്യാസമുണ്ട്. ലോകത്തില് 650 കോടി ജനമുണ്ടെങ്കിലും പ്രൈസ് ഗോഡ്, അവരും ഞങ്ങളും ഒരു പക്ഷെങ്കിൽ തുല്യരാണോ? അവരെ പോലെയാണോ സിസ്റ്റർ ഞങ്ങളെയും കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ അകത്തു നിന്ന് ഇന്ന് രാത്രി കാലം ഉയർന്നു വരുന്നുവെന്ന് എനിക്കറിയാം. 650 അല്ലെങ്കിൽ 700 കോടി ജനമുണ്ടെങ്കിൽ തന്നെയും ഇത് മുഴുവൻ ജനപ്രകാരം ദൈവത്തിന്റെ മക്കളാ, ആത്മപ്രകാരം ദൈവത്തിന്റെ മക്കളായിട്ടില്ല. ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന ദൈവജനമേ, ഒരു ജനത്തിന്റെ സന്തതിയായി ജീവിതം അവസാനിപ്പിക്കുവാനല്ല, ഒരു വാഗ്ദത്ത സന്തതിയായി അവന്റെ വാഗ്ദത്തിന്റെ അവകാശികളായി നിത്യജീവിതം സ്വന്തമാക്കാൻ എന്ന കർത്താവിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Praise God.
ഞങ്ങളുടെ പാരമ്പര്യ സഭകളിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പ്രകാരം ചിന്തിക്കുമായിരുന്നു, വെള്ള വസ്ത്രം ഇടുമ്പോൾ ഞങ്ങൾ യേശുവിനെ കൈക്കൊള്ളുകയാണ്, ഞങ്ങൾ ക്രൂശിന്റെ രൂപമാകുന്ന മാല ധരിക്കുമ്പോൾ ഞങ്ങൾ യേശുവിനെ കൈക്കൊള്ളുകയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ യേശുവിനെ കൈക്കൊള്ളുകയാണ്, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ യേശുവിനെ കൈക്കൊള്ളുകയാണ്, ദിവസം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ടും ഞങ്ങൾ ഓൾറെഡി ഹല്ലേലൂയ കർത്താവിനെ കൈക്കൊള്ളുകയാണ്. അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞങ്ങൾ യേശുവിനെ കൈക്കൊണ്ടു എന്ന് ചിന്തിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് ദൈവിക വചനത്തിന്റെ വെളിപ്പാടിലേക്ക് സർവശക്തൻ കൊണ്ടുവന്നിട്ട് ഇന്ന് രാത്രി പറയുന്നു, ഒരു ക്രൂശിന്റെ രൂപത്തിലോ പുറമെ ധരിക്കുന്ന ഒരു വസ്ത്രത്തിലോ അവനെ ഒരിക്കലും കൈക്കൊള്ളുവാൻ കഴിയത്തില്ല. പിന്നെയോ ദൈവ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴോ അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനും നീയും ദൈവ പൈതലാകത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ പേര് ധരിച്ചതുകൊണ്ട് ഞാനും നീയും ദൈവ പൈതലാകത്തില്ല. വചനത്തിന്റെ വള്ളിപ്പുള്ളിയെ മാറ്റിക്കളയാതെ നീ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി ജീവൻ സമർപ്പിക്കുമ്പോഴോ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. പലരും ചോദിക്കും, സിസ്റ്ററെ ഞങ്ങളും ദൈവത്തെ വിളിക്കുന്നത്, ഞങ്ങളും ഈ യേശുവിനെ ഉയർത്തുന്നത്. യെസ്, ഞങ്ങൾ സമ്മതിച്ചു തരാം. പക്ഷേ കർത്താവ് സമ്മതിക്കണമെങ്കിൽ വ്യവസ്ഥകൾ വേറെയുണ്ട്. എന്റെ വീട്ടില് 4 മക്കളാ ഉള്ളത്. ഞാൻ അതിൽ ഏറ്റവും ഇളയാളാം. എന്റെ വീട്ടിലെ എന്റെ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് അയൽപക്കത്തോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു ചേട്ടൻ വന്നിട്ട് പറയുക, അച്ഛന്റെ മാനാ ഞാനും എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വല്ല മാർഗമുണ്ടോ ഇന്നത്തെ ലോകത്തില്? പുറത്തു നിർത്തം വന്ന എന്റെ അപ്പനെടുക്ക പറയും, അച്ഛൻ എന്നെ മറന്നുപോയോ, ഞാൻ അച്ഛന്റെ മോനാന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ട്, തെളിയിക്കാൻ മാർഗമുണ്ട്. നാം ഓടിപ്പോയി DNA ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് അറിയാം ഇവൻ അപ്പനാണോന്നും യഥാർത്ഥത്തിൽ ഇത് മകനാണോന്നും നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഈ ഉലകത്തിൽ ഒരു അപ്പനെയും അല്ലെങ്കിൽ മകനെയും തിരിച്ചറിയാൻ അനേക നിയമങ്ങളും സാധുതകളും നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നീ വാസ്തവമായി ദൈവത്തിന്റെ പൈതലാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ യോഹന്നാൻ 1:13 പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, അവർ ജഡത്തിൽ നിന്നല്ല, അവർ പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിനത്ര ജനിച്ചത്. ഹല്ലേലൂയ! രാത്രി ദൈവത്തിന് ജനിച്ചു പുറത്തു വന്ന മക്കളായി ഞാൻ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് രക്തത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടത്താലാ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുമ്പോ അതിലൂടെ ആ തലമുറ ജനിക്കുന്നത്. വചനം പറയുന്നു, കർത്താവിൽ നിന്നുള്ളൊരു ജനനത്തിന് അബ്രഹാമേ നിന്റെ ആവശ്യമില്ല, സാറയെ നിന്റെ ആവശ്യമില്ല, ലോത്തെ നിന്റെ ആവശ്യം എനിക്കില്ല. ഒരു മനുഷ്യൻ ആത്മീയനായി തീരണമെങ്കിൽ അത് ദൈവം വിചാരിക്കണം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ 2 രീതിയിലുള്ള ജനനം ബൈബിൾ വ്യക്തമാക്കി തരുന്നു. ഒന്ന്, അപ്പനും അമ്മയിൽ നിന്നുമുള്ള ജഡജനനം. 2, ദൈവത്തിൽ നിന്നുള്ള ആത്മീയ ജനനം. ദൈവത്തിൽ നിന്നൊരു ജനനം നടക്കണമെങ്കിൽ നമുക്കറിയാം, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി ജീവിതമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തില് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ നിക്കോദിമോസ് പകലൊക്കെ വരാൻ ഭയമായിട്ടായിരിക്കാം അവൻ രാത്രിയുടെ യാമത്തിൽ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കർത്താവേ നിത്യജീവൻ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? യേശു ചോദിച്ചേടാ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇതൊന്നും നിനക്ക് അറിയുകയില്ലേ? കർത്താവ് എന്റെ പൊന്നുമോനെ, വീണ്ടും ജനിക്കാതെ അത് നിനക്ക് കാണാൻ കഴിയത്തില്ല. കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. നടന്നില്ല കഴിഞ്ഞില്ല കാര്യം. അതിനകത്ത് നീ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ഒരുത്തര് അതിനകത്ത് കടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ആശ്ചര്യമായിരിക്കാം, എന്നാൽ തന്നെയും ഇവിടെയും നീ പുതുതായി ജനിക്കുന്നതിൽ എന്തിനാ നിക്കോദിമോസെ ആശ്ചര്യപ്പെടുന്നതെന്ന് കർത്താവിന് ചോദിച്ചപ്പോ എന്റെ ഹൃദയത്തെ അത് കൊണ്ടു. ഞാനൊക്കെ പ്രത്യേകിച്ച് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ അതിനകത്തൊരു കന്യാസിയായി 8 വർഷക്കാലം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളൊക്കെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് പെന്തിക്കോസ്തുകാർ തരുന്ന ലിറ്റർ വായിക്കുവാനോ അവരോട് കൂടെ ചേർന്നിരിക്കുവാനോ അവരെ വീട്ടിൽ കയറ്റുവാനോ ഞങ്ങളുടെ സമുദായത്തിൽ പെർമിഷൻ ഇല്ല. ഞങ്ങളെ ശക്തമായി അതിന് വിലക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോലും ഒരാൾ പെന്തിക്കോസ്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുർബാനയുടെ സമയത്ത് ഒരു പക്ഷേ അറിയാമായിരിക്കാം, മെഴുകുതിരി പിടിച്ച് ഞങ്ങൾ ഈ നടുക്കത്തെ ആ വെട്ടിട്ടേക്കുന്ന ഇതിനകത്ത് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ അതിന് പരിഹാരം ചെയ്യുക, ദൈവത്തെ വിട്ടൊരു പൈതൽ പോയതിന്. അങ്ങനെ ചിന്തിച്ചിരുന്ന നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഞങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ
രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ? ഇതിന്റെ ഒന്നും മറുപടി ഈ വചനത്തിലൂടെ കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വരയ്ക്കും നിന്റെ അടുത്ത് ഇരുന്നില്ലേ ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്നോളാം. അന്നത്തെ ഒരു ചിന്ത, ഇത് പെന്തിക്കോസ്തുകാരുടെ സമ്പ്രദായമായ രക്ഷാസ്നാനം എന്നൊക്കെ പറയുന്നത്. വലിയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് പത്രോസിനായി സ്ഥാപിതമായ സഭയ്ക്കകത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയുടെ ആവശ്യമോ വല്ല മുസ്ലിമോ വല്ല ജാതികളോമായി സ്നാനപ്പെടേണ്ടതിന് രക്ഷിക്കപ്പെടേണ്ടതിന് ഇനി ഞങ്ങൾ എന്തിനാ അതിനകത്തേക്ക് ഇറങ്ങുന്നത്? ഇങ്ങനൊരു ചിന്തയുമായി വർഷങ്ങൾ കഴിച്ചു കൂട്ടിയ എന്നെ 2004 ഒക്ടോബർ മാസം 10 സർവശക്തൻ പുറത്തു കൊണ്ടുവന്നിച്ചിട്ട് എന്ന് പറഞ്ഞത് സംഘടനയുള്ള സമ്പ്രദായമല്ല, ഇതൊരു സഭയുടെ സമ്പ്രദായമല്ല. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ അവൻ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് പോയി ഇരിക്കണമെങ്കിൽ ദൈവ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിന്നെ കഴുകാൻ തയ്യാറാകണം. Praise the Lord. ഒറ്റ സഭയ്ക്കും ഈ ഒരു വ്യവസ്ഥയില്ല. നിങ്ങളുടെ പറഞ്ഞതുകൊണ്ട് ദുഃഖിക്കരുത്. ഞാൻ ഒരു മണ്ഡലത്തിലായിരുന്ന വ്യക്തി ജീവിതമാണ്. ശനിയാഴ്ച വരെ വെള്ളം അടിച്ച് ഭാര്യയെ തല്ലിയച്ച് ഞായറാഴ്ച രാവിലെ പോയി നാക്ക് നീട്ടി ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല. കുർബാന തരുന്നവരും അതിന് സഹായം ചെയ്ത് കൊടുക്കുന്നവരും കന്യാസ്ത്രീകളായി ഞങ്ങളൊക്കെ തലേ ദിവസം വരെ വെള്ളം അടിച്ച് കുടുംബത്തിൽ സമാധാനം കൊടുക്കാതെ കുഞ്ഞുങ്ങൾക്ക് നാരി വെച്ച് കൊടുക്കുവാൻ അവന് കഴിയാതെ തേരാപ്പാര നടക്കുന്ന ഈ വ്യക്തി ജീവിതം പിറ്റേ ദിവസം പള്ളി വന്നേച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധനാകുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. എടാ നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവം പരിശുദ്ധനാ. ഇത് വ്യവസ്ഥയുള്ള സഭയാ. നീ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ എന്ന് പറയുന്നത്. ഇത് തോന്നിയതുപോലെ നടക്കുന്നവരുടെ കൂട്ടമല്ല. നിനക്ക് വേർപാട് അനുഷ്ഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, നിത്യതയുള്ള കൂടാരത്തിൽ നിനക്ക് എത്താൻ താല്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ഒരൊറ്റ സഭയേ ഉള്ളൂ. അത് ദൈവത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഈ ആത്മീയ ജനനവും ജഡജനനവും വ്യക്തമാക്കുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം Galatians chapter 4 verse 22 നമുക്ക് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:22. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നു. നിർത്തിക്കാട്ടി എന്താണ് ഇവിടെ ഈ സ്ത്രീകളെ ദാസിയെന്നും സ്വതന്ത്രയെന്നും വേർതിരിക്കുവാനിടയാകുന്നത്? ഉൽപ്പത്തി പുസ്തകം അതിന്റെ വായിക്കേണ്ട 21 അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോ അബ്രഹാമിന്റെ 2 ഭാര്യമാരെയും അത് ജനിച്ച 2 മക്കളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാത്തെ വിളിച്ചു വേർതിരിക്കുമ്പോ ധാരാളം വാഗ്ദത്തങ്ങൾ അബ്രഹാത്തിനോട് പറയുവാനിടയായി. ധാരാളം വാഗ്ദത്തങ്ങൾ പറഞ്ഞുവെങ്കിൽ തന്നെയും തന്നെ വിളിച്ചു നിർത്തി തന്റെ വ്യക്തിപരമായ ജീവിതത്തോട് സംസാരിച്ചൊരു വാക്കാണ്, അബ്രഹാമേ നിന്റെ ഭാര്യയായ സാറയിൽ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ഒരിക്കലും മറന്നു പോകാതെ കാത്തു സൂക്ഷിച്ചു വാഗ്ദത്തങ്ങളുമായി അബ്രഹാം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇടയായി. 25 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദത്തം കേട്ട് 25 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദത്തത്തിന് അനക്കം പോലും തട്ടിയില്ല. വാഗ്ദത്തത്തിന് അനക്കം തട്ടുന്നുണ്ടോന്ന് അപ്പച്ചൻ നോക്കിയില്ലെങ്കിലും അമ്മച്ചി കിട്ടില്ല. സാറാമ്മച്ചി വന്നിട്ട് ചോദിച്ചു, എന്നാ ഇരുപ്പാ ഇരിക്കുന്നേ, നിന്നോട് പറഞ്ഞതുപോലെ എത്ര എണ്ണത്തോട് ഇങ്ങനെ പറഞ്ഞു. എന്റെ ഭാവന കേട്ടോ, ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കാര്യം വിചാരിക്കുന്നത്. എത്ര നാളായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നിന്നോട് പറഞ്ഞതുപോലെ എത്ര എണ്ണത്തോട് പറഞ്ഞു കാണും. അവനത് മറന്നുപോയി കാണും. നീ വെറുതെ സമയം പാഴാക്കാതെ ഞാൻ നല്ലൊരു റൂട്ട് വരച്ചു തരാം. എനിക്കൊരു ദാസി ഹാഗാർ ഇവിടെ നിപ്പുണ്ട്, അവളെ സമീപിച്ചാൽ പരിപാടി എല്ലാം ഓക്കെ ആകുമെന്ന് അബ്രഹാത്തിന്റെ അടുക്കൽ പറഞ്ഞു കൊടുക്കുവാനിടയായി. പ്രിയ വ്യക്തി ജീവിതങ്ങളെ വാഗ്ദത്തം പ്രാപിക്കാൻ സ്ഥാനം മാറിക്കൊടുത്ത തന്റെ പൊസിഷനെ ഇട്ടറിഞ്ഞ ഒരു വ്യക്തി ജീവിതമാണ് ഇവിടെ സാറ എന്ന് പറയുന്ന വ്യക്തി ജീവിതം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് വിളിച്ചു പറയുക, വാഗ്ദത്തം പ്രാപിപ്പാൻ നീ കുറുക്ക് വഴി അന്വേഷിക്കേണ്ട കാര്യമില്ല. വാഗ്ദത്തം പ്രാപിപ്പാൻ നീ കർത്താവിന് റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വാഗ്ദത്തം ചെയ്യാൻ സ്വർഗ്ഗത്തിന് അറിയാമെങ്കിൽ അവരുടെ കരത്തിൽ കൊണ്ടെത്തിക്കാനും കഴിയുന്ന ദൈവത്തെ അന്വേഷിക്കുന്നത്. Praise the Lord. Hallelujah. താഴമായിട്ടൊന്നും ഓർത്തില്ല. അന്നേരം ഇത് മുഴുവൻ ഓടി
കെട്ടി ദേശാധിപതി ശക്തി എന്നാൽ ഇത്ര നാൾ നീ ഇത് മറച്ചു വെച്ചല്ലോ, ഇത് ഇപ്പോഴാണ് ഇത് പറയുന്നത്. ഭാര്യയുടെ വാക്കുപോലെ കേട്ട് തന്റെ നിർബന്ധപ്രകാരം ഹാഗാർ എന്ന സ്ത്രീയെ സമീപിക്കാൻ തയ്യാറായപ്പോൾ തന്റെ 86-ാമത്തെ വയസ്സില് ഇസ്മായേൽ എന്ന സന്തതിക്ക് ജന്മം കൊടുക്കുവാൻ അവിടെ ദൈവം അവരെ ഉപയോഗിക്കുവാനിടയായി. ചോദിച്ച് വാങ്ങിച്ച അനുഗ്രഹം പലരും വിചാരിക്കും പിടിച്ച് വാങ്ങിക്കുന്നത് നല്ലതാ, അയ്യോ കാത്തിരുന്നായിരുന്നെങ്കിൽ ചുമ്മാ അങ്ങനെ പോയായിരുന്നെങ്കിൽ എത്ര നാൾ കഴിഞ്ഞമായിട്ട് ഇത് വരാൻ. അതായത് നമ്മൾ ഉപസിച്ചോണ്ടും പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ അങ്ങ് കിട്ടി, കാണിച്ചാൽ ഇപ്പൊ കിട്ടിയതിന്റെ ചോദിച്ചു വാങ്ങിച്ച അനുഗ്രഹം നിങ്ങൾക്ക് കാണണ്ടേ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോ അതിന്റെ 16-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 16:12. അവൻ കാട്ടുകഴുത പോലെയുള്ള മനുഷ്യനായിരിക്കും, അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും, അവന്റെ കൈ എല്ലാവർക്കും വിരോധമായി, അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും, എല്ലാവരുടെയും കൈ അവന് വിരോധമായി, എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും, അവൻ തന്റെ സകല സഹോദരന്മാർക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളിച്ചെയ്തു. എതിരെ പാർക്കുമെന്ന് അരുളി ചെയ്യുവാനിടയാണ്. ചോദിച്ചു വാങ്ങിച്ചത് ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. ചോദിച്ചു വാങ്ങിച്ചപ്പോൾ ജന്മത്തിൽ സ്വന്തം കിട്ടാത്തൊരു അനുഭവത്തിലേക്കായി പോയി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറയുക, എടാ പുറത്തിറക്കി നിന്നെ അനുഗ്രഹിക്കാം, നിന്നെ നിർത്താം, ഈ ദേശത്ത് നിന്നെ മാനിക്കാം. കുടുംബത്തിൽ നീ ഏകയായിട്ടാ ഇറങ്ങിയതെങ്കിലും മനുഷ്യന്റെ വാക്ക് നോക്കി നീ പിറകോട്ട് മാറരുത്. കർത്താവിന് വേണ്ടി നിൽക്കണമെന്നുള്ള വാക്ക് കേട്ടിട്ട് ഇന്ന് രാത്രി നീ പിറകോട്ട് ചുവടുവെക്കാതെ ചുവടിനെ മുൻപോട്ട് വെക്കാൻ തയ്യാറായോ? എന്റെ ദൈവം നിന്നെ ഉയർത്തും. കർത്താവ് നിന്നെ മാനിക്കുവാൻ ചോദിച്ചു വാങ്ങിച്ച് അനുഗ്രഹവും ഈ കഷ്ടപ്പാടുമായി മുൻപോട്ട് പോകുവാൻ അബ്രഹാമും ഹാഗാറും ഒക്കെ തയ്യാറായി. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ 100-ാമത്തെ വയസ്സില് ഇസ്ഹാക്ക് എന്നൊരു സന്തതിക്ക് ജന്മം കൊടുക്കുവാൻ അവിടെ സാറയെ കർത്താവ് ഉപയോഗിക്കുവാനായിട്ടിടയായി. ഇവിടെ 2 സ്ത്രീകളുടെ ദൃഷ്ടാന്തത്തിലൂടെ 2 ജനനത്തെ ദൈവം ഇവിടെ വ്യക്തമാക്കി തരികയാണ്. നാം ഗലാത്യലേഖനം വായിച്ചപ്പോ 4-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സാറയെ സ്വതന്ത്ര എന്ന് വിളിക്കുവാൻ കാരണം? ഇനി വല്ല ഇൻഡിപെൻഡന്റ് മിനിസ്റ്റർ തുടങ്ങിയതാണോ അറിയത്തില്ല. ഇൻഡിപെൻഡന്റ് കാര്യം ഞാൻ കളിയാക്കാൻ വിചാരിക്കില്ല. പന്തളത്തും മനോഹരമായ ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിനകത്ത് കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ സാറയെ സ്വതന്ത്ര എന്ന് വിളിക്കുവാൻ കാരണമുണ്ട്. അബ്രഹാമിന് ഹാഗാറെന്നല്ല, വേറെ ഏത് സ്ത്രീകളെ സമീപിച്ചാലും താൻ ആഗ്രഹിക്കുന്ന സന്തതിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. പക്ഷെ സാറ എന്ന വ്യക്തി ജീവിതത്തിൽ അവൾക്ക് പ്രത്യേകതയുള്ളൂ. അവളെ വിളിച്ചേക്കുന്നത് തന്നെ മച്ചിയെന്ന ലോകക്കാര് മുഴുവൻ ആ കണ്ണോട് അവളെ കാണുന്നേ. പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോയ നിർജീവമായി പോയ ഗർഭപാത്രത്തിനകത്ത് അസാധ്യമെന്ന് ലേബൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു ജീവനെ കൊണ്ടുവരണമെങ്കിൽ ഉലകത്തിൽ ഒരുത്തൻ വിചാരിച്ചാലും നടക്കത്തില്ല, നിന്റെ കുടുംബം വിചാരിച്ചാൽ നടക്കത്തില്ല, നിന്റെ പണത്തിന് കഴിയത്തില്ല, നിന്റെ സ്ഥാനത്തിന് കഴിയത്തില്ല, അവന്റെ ദൈവം വിചാരിക്കണം. രാത്രി വ്യക്തമായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് വിളിച്ചു പറയുകയാണ്. കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി ചില ഇതിനകത്ത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. നീ അനേക പൈസകൾ ചെലവാക്കി, നീ അനേക വ്യക്തികളെ സമീപിച്ചു, അല്ലെങ്കിൽ പലരിലും നീ ആശ്രയം വെച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, പൊട്ടുവൈദ്യന്മാരിൽ ആശ്രയിച്ചു പോകാതെ, അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിച്ചു പോകാതെ, ഈ ലോക നന്മയിൽ മനസ്സ് വെച്ചു പോകാതെ ഉടയവനിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ വിഷയമാണെങ്കിലോ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ട് സാറ എന്ന വ്യക്തി ജീവിതത്തിന് ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമായിരുന്നു. രാത്രി എനിക്ക് വ്യക്തമായിട്ടറിയാം, അഞ്ജലി എന്ന വ്യക്തി ജീവിതത്തെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു വഴി ഉപയോഗിച്ചു. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ഒരുത്തരും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയത്തില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് നീ പലതും വെച്ച് മറച്ചു
ഉറച്ചിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ, കാര്യം സാധിച്ചു വീടിനകത്ത് പോയിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ, പൊന്നു മക്കളെ, ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, കർത്താവ് കണ്ടിട്ടുള്ളവനെ അവൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ പുറത്തു കൊണ്ടുവരും. സമൂഹത്തിന്റെ നടുവില് ഒരത്ഭുതമായിട്ട് നിന്റെ ഇതിന്റെ കുടുംബത്തെയോ ദൈവം നിർത്തുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക. Praise the Lord. നമുക്കറിയാം, ലോകപ്രകാരം ആൾക്കാർ വിവാഹം കഴിക്കുന്നു, ധാരാളം മക്കൾ ജനിക്കുന്നു. അങ്ങനെ ജനിച്ചവരാ നമ്മളൊക്കെ. അതുകൊണ്ടാണ് നിക്കോദിമോസ് ജഡത്തിൽ ജനിച്ചാൽ ജഡമായിട്ട് അവിടെ കിടക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ സാധയിൽ ജനിക്കുന്ന ഒരു ജനനം എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള ജനനമല്ല, വാഗ്ദത്ത പ്രകാരമുള്ള ഒരു ജനനം. അതായത് ആത്മാവിൽ ജനിക്കുന്ന ഒരു ആത്മീയ മനുഷ്യൻ. ഒരാൾ ആത്മീയനാകണമെങ്കിൽ അല്ലെങ്കിൽ ദൈവം ഇടപെട്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ. ആത്മീയ മനുഷ്യൻ ജനിക്കുന്നത് ഈ ലോകത്തിന് യാതൊരു ക്വാളിറ്റികളും വെച്ചല്ല. ആത്മീയ മനുഷ്യൻ ജനിക്കുന്നത് ദൈവത്തിൽ നിന്നും മാത്രമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോഴോ, ഈ കുടിയനായിട്ട് ആർക്കും വേണ്ടാതെ ഓടയിക്കിടുന്ന ഇവൻ എങ്ങനെ ഇത്രയും വലിയ സുവിശേഷകനായി തീർന്നത്? ഈ ഉന്നത പദവിയിലിരുന്നവൻ എങ്ങനെ ഈ ജോലി കളഞ്ഞ് തിരുവെഴുത്തിന് ഇടപെട്ടത്, അല്ലെങ്കിൽ തിരുവെഴുത്തെടുത്തത്, അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ നമ്മളൊക്കെ തള്ളിക്കളഞ്ഞവൻ ഇത്ര വലിയ മാന്യത എടുക്കുവാൻ കാരണം എന്താ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം തൊട്ടാൽ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നാൽ, ദൈവത്തിന്റെ കരം നിന്റെ മേൽ വീണാൽ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെട്ടാൽ, ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നിന്നെ ഒന്ന് തൊടാൻ തയ്യാറായോ? അല്ലെ പൗരാണിക ബന്ധനങ്ങളെ പൊട്ടിച്ച്, പാരമ്പര്യ ബന്ധനങ്ങളെ പൊട്ടിച്ച്, മോട്ട് മതത്തെ കീറി പറിച്ചുകൊണ്ടിരുന്ന ദൈവമോ ഞാൻ സേവിക്കുന്ന ദൈവം. ആമേൻ. അതുകൊണ്ട് വചനം പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, അവർ ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. ഞാൻ ദൈവത്തിൽ ജനിച്ചത് കൊണ്ടാ ഇന്ന് രാത്രി വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ഈ ബൈബിൾ എടുത്ത് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ലജ്ജ കൂടാതെ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. അയ്യോ, പണ്ടൊക്കെ സ്തോത്രം പറയാൻ എന്ത് നാണക്കളായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ ഒറ്റയടിക്ക് 1000 സ്തോത്രം പറയുന്നവരാ. ഞങ്ങൾ പറയും സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം, 1000 ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചു നിർത്തുന്നവരാ ഞങ്ങള്. ഇടയ്ക്കെങ്ങാനും കർത്താവ് നടത്തിയ വിധങ്ങളോ നാശം പിടിച്ച കന്യാസിയുടെ മുമ്പിൽ നിന്ന് വിടുവിച്ച വിധമല്ലോ ഓർത്തിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞാൽ ഉള്ളവര് മുഴുവൻ തിരിഞ്ഞു നോക്കി ഏതാണ് ഈ സ്തോത്രം പറഞ്ഞത് കാണാൻ. മനസ്സിലായി നിങ്ങൾക്ക്? ഇന്ന് സ്തോത്രത്തിന് അതിരുകൊണ്ടുള്ള മണ്ഡലത്തിൽ നിന്ന് സർവശക്തനായ കർത്താവിനെ പുറത്തു കൊണ്ടുവന്നിട്ട് അഭിഷേകത്താലെ നിറച്ച് എഴുതി വെച്ച പ്രാർത്ഥനകൾ ചൊല്ലിയ മണ്ഡലങ്ങളെ തകർത്ത് ഈ സത്യ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എന്റെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്. ഈ ഉലകത്തിന് അത് ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ഈ ലോക അധികാരികൾക്ക് അത് ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ആഭിചാരത്തിന് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൽ ജനിച്ചവനെ തകർക്കുവാൻ ഈ ലോക ശക്തിക്ക് കഴിയത്തില്ലെന്ന്. ദൈവത്തിന് ജനിച്ചവന് മാത്രമേ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എല്ലാവർക്കും ഇത് അംഗീകരിക്കുവാനും എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടും കഴിയുകയില്ല. ആ ദൈവത്തിൽ ജനിച്ചവന്റെ പ്രത്യേകത 1 യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ അതിലെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അവന് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന്. എന്നാൽ ആ ദിവസം വരെ എങ്ങനെയും ആരും കാണുന്നില്ലോ, അച്ഛനും കാണുന്നില്ല, അമ്മാമയും കാണുന്നില്ല, പാസ്റ്ററും കാണുന്നില്ല, എങ്ങനെയും ജീവിച്ചേച്ച് എടാ 7-ാം ദിവസം വരാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന്. സകലതും അവന്റെ മുമ്പിൽ നഗ്നതും മലർന്നതുമായി കിടക്കുമ്പോൾ പാസ്റ്ററിനോടല്ല കാര്യം ബോധിപ്പിക്കേണ്ടത്, എന്റെ അഖിലാണ്ടത്തിന്റെ ഉദയവനോട്. അവന്റെ മുമ്പിൽ മറക്കാൻ നിനക്ക് എന്തെങ്കിലും കഴിയുമോ? നീ വാസ്തവമായി ദൈവത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പാപം ചെയ്യാൻ നിനക്ക് കഴിയത്തില്ല. ഒരാളുടെ നേരെ കരപ്പൊക്കാൻ നിനക്ക് കഴിയത്തില്ല. അന്യായം കാണിക്കാൻ നിനക്ക് കഴിയത്തില്ല. പാല വെക്കാൻ നിനക്ക് കഴിയത്തില്ല. ദൈവത്തിൽ ജനിച്ചവനെ കണ്ടാൽ അറിയത്തക്ക വന്ന ദൈവം അത്ഭുതകരമാക്കി നിർത്തുവാനിടയാകും. കാര്യം എന്താ? വിത്ത് ഇതിനകത്ത് കിടക്കുകയാണ്, ചെയ്യാൻ അനുവദിക്കത്തില്ല. കഴിവില്ലെന്ന്, പാപം ചെയ്യാൻ അവന് കഴിവില്ലെന്ന്. നമ്മളൊക്കെ പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് 10 കിലോ
സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമാ വലിച്ചു പൊക്കാൻ. 5-6 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഇത് പൊക്കാൻ കഴിയുമോ? എന്നാൽ അവർ ശ്രമിക്കുമ്പോൾ നീ എത്ര വിചാരിച്ചാലും കഴിയത്തില്ല, ഇത് പൊക്കാൻ നിനക്ക് കഴിയത്തില്ല. അതുപോലെ ദൈവത്തിന് ജനിച്ചൊരു വ്യക്തി ജീവിതമാണ് ജ്ഞാനം, നവബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ പാപത്തിന്റെ നടുക്കാ നിന്നെ കൊണ്ട് നട്ടിരിക്കുന്നതെങ്കിലും, മദ്യപാനികളുടെ കൂട്ടത്തിനകത്താ നിന്നെ നിർത്തിയിരിക്കുന്നതെങ്കിലും, വ്യഭിചാരികൾ ഉള്ളതിന്റെ നടുവിലാ നിന്നെ തമ്പുരാൻ കൊണ്ടുവന്നാക്കിയിരിക്കുന്നതെങ്കിലും അവരല്ല ദൈവത്തിന് ജനിച്ചത്. നീ ദൈവത്തിന് ജനിച്ചതായതുകൊണ്ട് ഈ കാണുന്ന യാതൊന്നിനും നിന്നെ മറിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി വ്യക്തമായി നമ്മൾ തിരിച്ചറിയുവാനായിട്ടിടയാകണം. അവിടെ കൊണ്ട് നിന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം തന്നെ വായിക്കുമ്പോ അതിന്റെ 5-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. വീണ്ടും പറയുന്നു, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടുന്നില്ലെന്ന്. നിന്നെ തൊടാൻ പേടിയാണ്, നിന്റെ അടുക്കൽ വരത്തില്ലെന്ന്. ഇന്നെല്ലാം ബന്ധനനെ ഒന്ന് കേൾക്കാൻ ഞങ്ങളെ തൊട്ട്, തലമുറയെ തൊട്ട്, ഞങ്ങളുടെ കുടുംബത്തെ തൊട്ട് ദുഷ്ടേ മുഴുവൻ ബന്ധനമാ, ഇതൊന്ന് അഴിക്കാൻ വരണേ നാം പലരുടെയും വീടി. രാത്രി നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന് ജനിച്ച വ്യക്തി ജീവിതമാ നീയെങ്കില് തന്നെത്താൻ സൂക്ഷിക്കാൻ. ദുഷ്ടൻ നിന്നെ തൊടാതെ വേണം നിന്റെ ജീവിതത്തെ വേടിക്കെട്ടിനകത്ത് നിർത്തുവാൻ. നിന്റെ ജീവിതത്തിന്റെ കല്ലുകളെ പെറുക്കിക്കളഞ്ഞ് അല്ല നിനക്ക് വേല കെട്ടി അവന്റെ സംരക്ഷണത്തിനകത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കുവാൻ സഭയ്ക്കല്ല അധികാരം, അപ്പനല്ല അധികാരം, ഭാര്യക്കല്ല അധികാരം, നിനക്ക് നിന്നെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോ അതിന്റെ 7-ാം അധ്യായം വായിക്കേണ്ട 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം. അഞ്ജലിയുടെ വീട് വന്ന് റോസമാമ തൂത്തുവാരേണ്ട കാര്യമില്ല. അഞ്ജലിയുടെ വീട് അഞ്ജലി തന്നെ തൂത്തുവാരണം. എത്ര പേർക്ക് രാത്രി മനസ്സിലാക്കുന്നുണ്ട്? വേറെ ആരും ഏൽപ്പിക്കുന്ന കാര്യത്തിലെ കൊന്നു മകളെ ജന്മങ്ങളത് ശരിയാവത്തില്ല. ദൈവസ്ഥലത്ത് ഇന്ന് തന്നെത്താൻ കുറവുകളെ കണ്ട് പലരും വിചാരിക്കുകയോ ചർച്ചക്കകത്ത് വരുമ്പോ മദ്യപാനികളും അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളുമായിട്ട് പരദൂഷണവും അസു എവിടെ കയറിയാലും അടി പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. എവിടെ ചെന്നാലും ഒരു നിലനിൽപ്പിലോ ഉറക്കത്തിൽ പറയണോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന സമയം പോയി കഴിയുമ്പോൾ ആ കത്തദാസം നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാലം വെക്കുമ്പോ എന്റെ എല്ലാം മാറുന്നു. ജന്മത്തിൽ അങ്ങനെ വിചാരിക്കുന്നത് പൊട്ടത്തരമാ. നമ്മൾ വിചാരിക്കണം നന്നാണെങ്കിൽ നമ്മളെ വ്യക്തിപരമായ തീരുമാനമാണ് നമ്മളെ നന്നാക്കുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. തീരുമാനം നിന്റെ കത്തിലാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മളെ തന്നെ വെടിപ്പാക്കി നമ്മെ തന്നെ സൂക്ഷിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് ജനിച്ച വ്യക്തി ജീവിതമാണെന്ന് അവബോധത്തിന്റെ അകത്തുണ്ടെങ്കിൽ ദുഷ്ടത്തിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത്രയും പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രി എന്റെ അഞ്ജലി ഇന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കാൻ കാരണമുണ്ടാകാം. 9 വർഷക്കാലമായി ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട്, പ്രൈസ് ഗോഡ്. അതിന് മുൻപ് വരെയും പാരമ്പര്യ പ്രകാരമുള്ള ജഡപ്രകാരമുള്ള ഒരു അപ്പനും അമ്മയിൽ നിന്നും മാത്രം ജനിച്ചൊരു വ്യക്തി ജീവിതമാണ് ഞാൻ. പക്ഷേ 2007 ജനുവരി മാസം 1-ാം തീയതി ഈ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനുള്ള ഒരു ദൈവിക അനുഭവം എന്റെ ജീവിതത്തിൽ ദൈവം തരാൻ തയ്യാറായി. കർത്താവ് ഈ അനുഭവത്തിൽ കൊണ്ടുവന്നതിനെ ഒരു വ്യത്യസ്തയായിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു കൃപയായി എന്നെ പുറത്തു കൊണ്ടുവന്നത്. ഞാൻ എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സാക്ഷ്യങ്ങളും പറയാൻ സമയത്ത് എനിക്ക് കാമണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ 99-ലെ ട്രിവാൻഡ്രത്തുള്ള DM എന്നറിയപ്പെട്ട ഒരു കോൺഗ്രിഗേഷൻ കന്യാസ്ത്രീയാകാൻ കടന്നുപോയി. കന്യാസ്ത്രീയാകാൻ ആരും നേർച്ച നിന്ന് വിട്ടതല്ല. എന്റെ മനസ്സിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൗവനക്കാരൻ എനിക്ക് വേണ്ടി ജീവൻ തന്നു. ആമേൻ. വേറെ ആരെങ്കിലും കേട്ടോ മക്കളെ, യേശു കർത്താവ് 33 വയസ്സിന്റെ ജീവിതം ആരോരും അല്ലാത്ത എനിക്ക് വേണ്ടി തന്നെന്നുള്ള ആ വലിയ വെളിപ്പാട്, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ കർത്താവേ, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മരിക്കാതിരിക്കുമ്പോ, എന്റെ അമ്മ എനിക്ക് വേണ്ടി മരിക്കാതിരിക്കുമ്പോ, എന്റെ ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ എനിക്ക് വേണ്ടി ജീവൻ തരാൻ കഴിയാതെ ഇരിക്കുമ്പോ, ആരോരും അല്ലാത്ത പാപത്തിന്റെ ശമ്പളം മരണമെന്ന് അല്ലെങ്കിൽ അതുമായി നിൽക്കുന്ന എന്നെ രക്ഷിക്കുവാൻ നിന്റെ ജീവിതം എനിക്ക് വേണ്ടി തന്നല്ലോ എന്ന ആ വെളിപ്പാടാണ് കർത്താവിന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കുവാൻ എന്നെ നിർബന്ധിച്ചത്. കന്യാസിമാര് ചെല്ലുന്ന 1-ാം വർഷത്തിൽ ഞങ്ങൾ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ കോൺവെന്റിൽ പോകുന്നത്. അന്ന് എനിക്ക് പരദസരോ കൊണ്ടാണ്, എനിക്ക് വളയുണ്ട്, മാലയുണ്ട്, ഇതെല്ലാം ഇട്ടോണ്ടാണ് കോൺവെന്റിൽ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന് 1 വർഷമൊക്കെ ഞങ്ങളെ ഇടാൻ അനുവദിക്കും.
രണ്ടാം വർഷമാകുമ്പോൾ പറയും മക്കളെ ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. അപ്പൊ നമുക്ക് പറ്റുന്നതുകൊണ്ട് പ്രൈസല്ലോ. രണ്ടാം വർഷം കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങളോട് പറയും മക്കളെ ഈ കളർ ഡ്രസ് ഒന്നും നമുക്ക് പറ്റിയതല്ല, ക്രിസ്തുവിന്റെ മണവാട്ടിയെ കണ്ടാൽ അറിയണം. നോക്കിക്കേ, ദൈവവചനത്തിന്റെ ABCD അറിയത്തില്ല. ഞങ്ങളോട് പറയുന്നു ക്രിസ്തുവിന്റെ മണവാട്ടിയെ കണ്ടാൽ ഞങ്ങൾ വൈറ്റ് ഡ്രസ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഇങ്ങനെ ലളിതമായ വസ്ത്രം ക്രിസ്തുവിന് യോജിച്ച വേണം ധരിക്കുവാൻ ഇടയാകും. ആദ്യം ഓർണമെന്റ്സ് ഞങ്ങളെ കൊണ്ട് മാറ്റും, അല്ലെങ്കിൽ രണ്ടാം വർഷം ഡ്രസ് ഞങ്ങളെ കൊണ്ട് ചേഞ്ച് ചെയ്യിപ്പിക്കും. മൂന്നാം വർഷം ആകുമ്പോ ഞങ്ങളുടെ മുടിയൊക്കെ ഇത്രയും ഉണ്ട്, ഞങ്ങളുടെ മുടിയൊക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. ഞങ്ങൾ അവരോട് ചോദിക്കും മകളെ ഏതായാലും നമ്മൾ ഒരു വെയിലിന്റെ അടി ധരിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ചോദിക്കും. ഞങ്ങളോട് പറയുന്നൊരു കാര്യമാണ് മക്കളെ, ഈ മുടി എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കുന്ന സംഭവമാണ്. ഈ ഉലകത്തിൽ ഒരുത്തരും ആകർഷിക്കുന്ന ഒന്നും ഒരു കർത്താവിന്റെ മണവാട്ടിയിൽ കാണരുത്. ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അങ്ങനെയാണ് മൂന്നാം വർഷം ഈ മുടിയും കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു സഭാവസ്ത്രത്തിലേക്ക് കയറുമ്പോൾ ശൗലും പൗലോസായി ഞങ്ങളുടെ പേര് മാറ്റും. എന്റെ ഒഫീഷ്യൽ നെയിം മിനി വർഗീസ് എന്നാണ്, അല്ലെങ്കിൽ പേര് മാറ്റി. ജീവിതം മാറാന്നാ, പക്ഷെ ജീവിതം മാറാൻ അതിനകത്ത് കഴിയത്തില്ല. ഒരു പേര് മാറ്റി. അങ്ങനെയാണ് എനിക്ക് അഞ്ചിരി പോകണമെന്നുള്ള പേരും തന്ന് ഞാൻ ആദ്യമായിട്ട് എന്റെ വീടിനകത്ത് പ്രൈസ് ഗോഡ് കയറി വരുമ്പോൾ, ആദ്യത്തെ വെക്കേഷൻ വരുമ്പോൾ എന്റെ ചേച്ചി ഡൽഹി ജോലിക്ക് പോയത്. പക്ഷേ MPയുടെ ലേഡീസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ പക്ഷേ സാക്ഷ്യം കേട്ടുള്ളൂ. എന്നാലും ഇന്ന് രാത്രി നിങ്ങളത് കേൾക്കാതെ പോകരുത്. എന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എന്റെ ചേച്ചി ഡൽഹി ജോലിക്ക് പോയതാണ്. പക്ഷേ എന്റെ ചേച്ചിയെ ഞാൻ കാണുന്ന ഒരു ബന്ധുക്കൂസുകാരിയായിട്ടാണ് എന്നെ വരയ്ക്കാത്തത്. നോക്കി ഞാൻ കന്യാസ്ത്രീ വേഷത്തിൽ വലിയ ദൈവം പോലെ എന്റെ വീടിനകത്ത് കയറി ചവിട്ടുമ്പോ ഇതാ ഒരു ബന്ധുക്കൂസുകാരി എന്നെ വരയ്ക്കാത്തത്. എനിക്ക് അതിശയകരമായി പോയി. ഞാൻ വെച്ച ചൂട് പുറകോട്ടെടുത്ത് ചോദിച്ചു, ആരാ നിന്നെ ചതിച്ചേ? ആരാ നിന്നെ പിടിച്ചതിനകത്ത് കൊണ്ടുപോയത്? ആരാ നിന്നെ ദൈവമില്ലാത്തോടെ കൂട്ടത്തിൽ നിനക്ക് നാണമില്ലയോ? നിന്റെ വീട്ടിൽ ഒരു കന്യാസ്ത്രീ ഉണ്ടെന്ന് നീ മറന്നുപോയോ? എന്റെ ചേച്ചി കമാനാശനം വിട്ടിയില്ല. ദള്ളിയിട്ടാൽ അവിടെ കിടക്കുന്നൊരു വാർത്ത അവള് ക്രൈസ്തലോ വിടാതിരുന്ന് ദൈവത്തെ അറിഞ്ഞു കൊള്ളാൻ അവള് സന്യാസിന്റെ വിശ്വാസി വന്നതിന് ശേഷമല്ല, അതിന് മുമ്പ് പോലും എന്റെ സഹോദരി അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാനിരുന്നു. കന്യാസ്ത്രീയെ ഞാൻ എന്റെ വീട്ടിലെ ദൈവമാണ്, ഏറ്റവും ഇളയ മോളാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ എന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുമല്ല, എനിക്ക് പ്രേയർ ക്ലോസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് ബാക്കി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ തൊണ്ട അടഞ്ഞു പോയി. എനിക്ക് ഒരു ശബ്ദം പോലും മുന്നോട്ട് വരുന്നില്ല. എന്റെ സഹോദരനോട് ചുറ്റും നോക്കിയിട്ട് വിചാരിച്ചു ഞാൻ പ്രാർത്ഥന മറന്നു പോയതാണ്. ഒരു പുസ്തകമൊക്കെ എനിക്ക് തന്നു സ്വർഗസ്നായിതാവേ തന്നെ. പക്ഷെ എന്റെ തൊണ്ടയാണെന്ന് പിന്നെ മനസ്സിലായി. ഞാൻ ചേച്ചിയുടെ മുഖത്തോട് നോക്കിയപ്പോ ഒരു ചാൻസ് എനിക്ക് താടിയിട്ടുള്ള അവരുടെ മുഖം എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. എനിക്കോ കഴിയില്ല. എന്നാ പിന്നെ അവളെന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് വിചാരിച്ച് അവർക്ക് അവസരം കൊടുത്തെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാൻ എന്റെ ദേഷ്യവും മനുഷ്യവും എല്ലാം കൂടെ അങ്ങോട്ട് കൂടി വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചതിന് ചെറുതൊക്കെ ഞാൻ ഒരു പേപ്പറിൽ കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്റെ ചേച്ചിയോട് ഞാൻ ചോദിച്ചെടി, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പോലെ വാക്കൊന്നും കിട്ടാഞ്ഞത് കൊണ്ടാണോ നീ 34 പ്രാവശ്യം സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞത്? കാരണം ഞങ്ങളെയൊന്നും പ്രാർത്ഥനയിൽ ഇത്ര സ്തോത്രം ഹല്ലേലൂയ ഞാൻ 1000 സ്തോത്രം ഒറ്റയ്ക്ക് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾക്കുള്ളൂ. ഇവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. സ്വന്തം ആവശ്യങ്ങളെക്കാൾ ഉപരിയായി തന്റെ ദേശം വിടുവിക്കപ്പെടേണ്ടതിന്, തന്റെ കുടുംബം വിടുവിക്കപ്പെടേണ്ടതിന് എല്ലാവരെയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാത്മഭാരത്തിന്റെ പ്രാർത്ഥന അന്ന് രാത്രി എന്നെ കീറി മുറിക്കുവാനിടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്റെ ചേച്ചി സന്യാസ വേഷത്തിൽ നിൽക്കുന്ന എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, മോനെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചതിൽ 34 സ്തോത്രം ഹല്ലേലൂയ നീ എണ്ണി എഴുതാൻ മറന്നുപോയില്ലല്ലേ? സാരമില്ലടി, 1000-ൽ പരം സ്തോത്രം ഹല്ലേലൂയ പറയാതെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു രാത്രി എന്റെ ദൈവം നിനക്ക് വരുത്തുന്നുണ്ടെന്ന് ഒരു ദൈവിക ദൂതനോട് പറഞ്ഞു. നിന്റെ 8 വർഷത്തെ കണ്ണുനീര് ഈ കറുത്ത പുസ്തകത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരുവാനിടയായി. രാത്രി ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ജനസന്തതിയെ നിനക്കൊരു പേപ്പർ പോലും മനക്കാൻ കഴിയത്തില്ല. പക്ഷെ നീ ഒരു വാഗ്ദത്ത സന്തതിയാണെങ്കിൽ നീ പറയുന്നതിന് ആമേൻ പറയുവാൻ മരണവും ജീവനും നാവിലെ അധികാരത്തിൽ തന്നെ ദൈവത്തിനെ നിർത്തിയിരിക്കുമ്പോൾ നീ പറയുന്ന പ്രപഞ്ചം കേൾക്കും, നീ പറയുന്ന ലോകം അനുസരിക്കണമേ. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ പുറത്തു കൊണ്ടുവരാമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാകയാണ്. നിന്റെ 8 വർഷത്തെ കണ്ണുനീര് എന്റെ കർത്താവിന്റെ കൃപയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരാനിടയെ. പക്ഷേ ജയിച്ചെടുക്ക് വെല്ലുവിളിച്ചിട്ട് ഞാൻ പോയതെടി, തിരിച്ച് നീ വന്ന് കുമ്പസാരിക്കുന്നത് കാണുന്നത് വരെ എന്റെ മാതാവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്.
പക്ഷെ നേരെ തിരിച്ചായി പോയി. എന്താണെങ്കിലും സത്യമല്ലേ ജയിക്കുകയുള്ളൂ. ഞാൻ വിളിച്ചത് സത്യമായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തേക്ക് എന്റെ ചേച്ചിയെ ദൈവം കൊണ്ടുവരുമായിരുന്നു. അല്ലേ, ദൈവത്തിന്റെ വലിയ കൃപ ഈ അനുഭവത്തിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നു. എന്റെ ജീവിതത്തില് വലിയൊരു കൃപ കർത്താവ് തന്ന ഒരൊറ്റ മനുഷ്യന്റെ വാക്ക് കേട്ടല്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങിയത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കാൻ ഇറങ്ങി വന്നപ്പോൾ എന്റെ എല്ലാ വഴികളെയും ദൈവം അടച്ചു. ഒരു ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ദൈവം എന്നെ കൊണ്ടുവന്നു. അതിനകത്ത് വന്ന സന്യാസ വേഷമൊക്കെ ഉരിവെച്ച് നിങ്ങളെ പോലൊരു സാരി ഉടുത്തപ്പോൾ ഞാൻ അസ്ലിന് ബന്ധുക്കുസേനയായി. കാരണം നേരത്തെ ഇത് മുഴുവൻ മാറ്റി വേർപാട് അനുഷ്ഠിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ദൈവദാസന്മാർ കടന്നു വന്ന് ഒരു ദൈവദാസനോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ ബൈബിൾ തുറന്ന, നിങ്ങളുടെ കാതലിക് ബൈബിളാണല്ലോ, ഞങ്ങൾക്ക് 66 പുസ്തകമേ ഉള്ളൂ, നിങ്ങൾക്ക് അപ്പോക്രിഫായി കൂടെ കൂടുന്ന ഇതുപോലെയുള്ള 73 പുസ്തകമുള്ള ബൈബിളില്ലേ, അത് തുറന്നേച്ച് നിങ്ങൾ 10 കൽപ്പന ഒന്ന് വായിച്ച് കേൾപ്പിച്ചതാ, ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. പ്ലീസല്ലോ, ഞാൻ ഈ 10 കൽപ്പന വായിക്കാൻ പറഞ്ഞപ്പോൾ അതിന് ഉൽപ്പത്തി തുറക്കണോ വെളിപ്പാട് തുറക്കണോ എനിക്കറിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ബൈബിൾ പഠിപ്പിക്കാത്ത ഒരാളെന്ന്. രാവിലെയും വൈകുന്നേരം 2 മണിക്കൂർ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നവരാ ഞങ്ങൾ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ ഈ ബൈബിള് വീട്ടിലെ ഷോർട്ട് കേസിൽ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് മാലയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് നീ വലിയ ഭക്തിയാണെങ്കിൽ ഉമ്മയുടെ കൊടുത്ത് ആ ഷോർട്ട് കേസിൽ വെക്കത്തേ ഉള്ളൂ. പള്ളി പോകുമ്പോൾ ആരും ബൈബിൾ കൊണ്ടുപോകത്തുമില്ല. ഞങ്ങളുടെ അധികാരികൾ ഞങ്ങളോട് ചോദിക്കത്തില്ല. പള്ളിയിൽ കാണിക്കുന്നതൊക്കെ ശരിയും പട്ടക്കാരൻ പറയുന്നത് പ്രമാണം പോലെ വിശ്വസിച്ചു കൊണ്ടിരുന്ന എന്റെ ഉള്ളത്തോട് 10 കൽപ്പന വായിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ വല്ലാണ്ടായി. എന്റെ മുഖഭാവം കണ്ട ദൈവദാസന്മാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഈ വേഷം കെട്ടോളൂ, ഇതിനകത്തൊന്നുമില്ലെന്ന്. ഇന്ന് ആരുടെങ്കിലും ഒന്ന് പറയണം, ഒരു ജന്മത്തിൽ ഇതിനകത്തോട് വരത്തില്ല. വെളിപ്പെടുത്താൻ നമ്മൾ ആരെങ്കിലും വരുമോ? നിനക്കൊന്നും അറിയത്തില്ല, നീ ഇന്നലെ പറയാൻ പോകരുത്. എന്നെ അത്രയും നേരം മാതാവിനോട് പ്രാർത്ഥിക്കരുത്, മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തരുകയോ, എനിക്ക് നിങ്ങളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമാണ്. കാരണം 8 വർഷക്കാലം മാതാവിന് വേണ്ടി അടിമ വെച്ച വ്യക്തിയാണ് ഞാൻ. മാതാവിന്റെ കോൺഗ്രിഗേഷനിൽ ഒരു കന്യാസിയായി എന്നെ അടിമ വെച്ചേച്ചിട്ട് ഇറങ്ങി വന്ന എന്നോട് പറയാം അവിടെ മുമ്പിൽ മുട്ടുകുത്തലെന്ന്. മാതാവിനോട് പ്രാർത്ഥിക്കരുത്, എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം മുമ്പിൽ വന്നെങ്കിലും ഇവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ മുമ്പിൽ ഞാൻ താഴേണ്ടതായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, ഭാരപ്പെടേണ്ട സിസ്റ്റർ, ഇന്ന പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ ഇവിടെ ലേഡീസ് മീറ്റിംഗ് പറഞ്ഞോ അറിയത്തില്ല, തൊടുപുഴയിലെടുത്ത് ഞാൻ പ്രസംഗിക്കാൻ ഇതുപോലെ പോയപ്പോഴ് അവിടെ ചെന്നപ്പോൾ ഒരു ആന്റി, കാതലിക്കിൽ ഒരു ആന്റി ഓടി എന്റെ അടുക്കുമെന്ന് പറഞ്ഞു, മോളെ സത്യമെല്ലാം കേട്ട് നീ ഇറങ്ങിയോ? ഞങ്ങളും കുറേ നമ്മളെ കൊണ്ട് കേൾക്കുവോ, എന്നാലും നമ്മുടെ അച്ഛാമാരെ വിട്ടച്ചിട്ട് എങ്ങനെ ഇറങ്ങുന്നേ? ഞാൻ പറഞ്ഞു, ആന്റിയും അച്ഛന്മാരെ വിട്ടിച്ചിറങ്ങാൻ ആന്റിക്ക് ഭയമാണോ? കന്യാസികളും അച്ഛന്മാരുള്ള കുടുംബത്തിൽ നിന്ന് ഒരു കന്യാസിയായി എന്നെ കുപ്പായി ഊഴിക്കാൻ ഈ കർത്താവിന്റെ വചനത്തിന് കഴിയുമെങ്കിൽ ദൈവം എത്ര വലിയവനാണ് നിനക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നെ തൊട്ടതുപോലെ ചോദിച്ചു, ആന്റിക്കറിയാമോ 10 കൽപ്പന ബൈബിളിൽ എവിടെയാ കിടക്കുന്നതെന്ന്? എന്നോട് ചോദിക്കും, കൊച്ചേ വർഷം ഇത്രയായിട്ട് നിനക്കറിയത്തില്ലയോ? അത് മത്തായിയുടെ സുവിശേഷത്തിൽ കിടക്കുന്നേ. അപ്പൊ എനിക്ക് മനസ്സിലായത് എനിക്ക് മാത്രമല്ല ഒരാൾക്ക് പോലും ഈ സംഭവം അറിയത്തില്ല. എന്നോട് കത്തദാസന്മാര് പറഞ്ഞതുപോലെ ഞാൻ പുറപ്പാട് പുസ്തകം എടുത്ത് 20-ാം അധ്യായം വായിക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പുറപ്പാട് പുസ്തകം തുറന്ന് എന്റെ ബൈബിൾ തുറന്ന് ആ 20-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോ അതിന്റെ 4-ാം വാക്യം പറയുന്നുണ്ട്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അതെ, നിങ്ങൾക്ക് സംബന്ധിച്ചൊരു പുതിയ അനുഭവം അല്ല. ഒരു കാതലിക് നന്നായി എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ പള്ളിയിലെ വിഗ്രഹം അലങ്കരിക്കുന്ന പരിപാടി ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ മാതാവിന്റെ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ ഇതുപോലെയുള്ള ഈ സ്റ്റാറ്റ്യൂസിനെ മുഴുവൻ സാരി ഉടുപ്പിക്കുന്ന കന്യാസിമാർക്ക് വെച്ചേക്കുന്ന പരിപാടിയാണ്. രാത്രി ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പ്രയറും കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം മാതാവിന്റെ തിരുനാളാണെങ്കിൽ ആ സ്റ്റാച്യൂവിനെ ഞങ്ങൾ സാരി ഉടുപ്പിക്കണം. ഞങ്ങളൊരു സാരി ഉടുപ്പിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് ഉടുപ്പിച്ചു വന്ന മദറിനോട് ചോദിക്കണം, മദറെ ഈ ഉടുപ്പിച്ച സാരി കൊള്ളാമോ, നാളെ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണോ എന്ന്. ഇവര് വന്ന് നോക്കി ഇവരുടെ കണ്ണിൽ ഇത് പിടിച്ചില്ലേ പറയാം, കൊച്ചേ ഇത് അയച്ചു വേറെ ഉടുപ്പിക്കാൻ പറഞ്ഞാൽ രാത്രി പകലാക്കി വിഗ്രഹത്തെ അലങ്കരിച്ചു പുറത്തു വന്ന എന്നോട് ദൈവത്തിന്റെ വചനം പറയുക, മീതെ സ്വർഗത്തിലുള്ള യേശുവിന്റെ രൂപം പോലും ഉണ്ടാക്കരുത്, രൂപത്തെയും വന്നിക്കരുത്, വണങ്ങരുതുള്ള കൽപ്പന കേട്ടപ്പോ എന്റെ ജീവിതത്തിന്റെ അകക്കണ്ണുകളിലേക്ക് കർത്താവിന്റെ വെളിച്ചം വീശുവാനായിട്ടിടയായി. ഞാൻ വിചാരിച്ചു, കർത്താവേ ഇന്നലെ വിഗ്രഹത്തെ അലങ്കരിച്ച് നടന്ന് എന്നെ കൊണ്ടുവന്ന് ഈ സത്യം പഠിപ്പിക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു കൽപ്പന ഞാൻ പഠിച്ചിട്ടുമില്ല, ഞാൻ കൊച്ചുകളെ കൊണ്ട് പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ റൂമിലോട്ട് കയറി കാണാതെ പഠിച്ച 10 കൽപ്പന ഒരു പേപ്പറിൽ എഴുതി നോക്കിയപ്പോൾ ഈ 2ാമത്തെ കൽപ്പന ഞങ്ങളെ പഠിപ്പിച്ചതിനകത്തില്ല. പിന്നെ ഇങ്ങനെ 10 വന്നത് ഒന്നുകൂടെ ബൈബിൾ വെച്ച് വായിക്കാൻ തയ്യാറായപ്പോ സംഭവം മനസ്സിലായി. ഈ 2ാമത്തെ എടുത്തു മാറ്റിയിട്ട്, അതായത് മീതെ
ആശാനെ മോഹിച്ചാലും മോഹമാ, ഇപ്പത്തെ അമ്മമ്മയുടെ വസ്തു മോഹിച്ചാലും മോഹം തന്നെയാണ്. പക്ഷേ 10 ഒപ്പിക്കാൻ വേണ്ടി ഈ രണ്ടാമത്തെ എടുത്തു മാറ്റിയിട്ട് ഒന്ന് അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്നും വേറൊന്ന് അന്യന്റെ വസ്തുവിനെ ആഗ്രഹിക്കരുതെന്നും പറഞ്ഞ് ഒന്നിനെ രണ്ടാക്കി രണ്ടാമത്തെ എടുത്തു മാറ്റി 10 ഒപ്പിച്ചേക്കുക. നിങ്ങൾക്ക് എത്ര ഭാഗ്യമാണ് തന്നേക്കുന്നത്. ഞാൻ നോർക്ക് കിട്ടാതെ വിശ്വാസത്തിൽ വരാൻ എനിക്ക് ഇവിടെ കുടുംബജീവിതം തരാൻ ഒരു തലമുറയെ ദൈവം ഞങ്ങളുടെ കരുത്തി തരുവാനായിട്ടിടയായി. ഞങ്ങൾക്ക് ലഭിക്കാത്തതൊക്കെ ഈ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് ആ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗം കണ്ട കൃപകൾ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി 24 hours ദേവാലയത്തിൽ കഴിയുന്നവർക്ക് ലഭിക്കാത്ത ഭാഗ്യമാ ദൈവം നിങ്ങൾക്ക് തന്നത്. അല്ലെങ്കിൽ അനേക പള്ളി ഭക്തർക്ക് ലഭിക്കാത്ത ഭാഗ്യം, അല്ലെങ്കിൽ അനേക ജ്ഞാനികൾക്ക് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി അവനെ ആരാധിക്കുന്നതിൽ പരം വേറൊരു ഭാഗ്യമില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും പ്രസംഗിച്ചിട്ട് വന്നപ്പോഴ് ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛനെ നീ എങ്ങനെ പ്രസംഗിച്ചിട്ട് പോയി? ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ വചനമാണോ പ്രസംഗിച്ച്? സത്യമായിട്ട് നീ വചനമാണോ പറഞ്ഞു? ഞാൻ പറഞ്ഞു എടി നിന്റെ അമ്മ മരിച്ചാൽ നീ വീട്ടിലൊരു ഫോട്ടോ വെക്കത്തില്ലയോ? ഞാൻ പറഞ്ഞ അച്ഛൻ എന്റെ അമ്മ മരിച്ചു പോയി, ഞാൻ വീട്ടിലൊരു ഫോട്ടോ വെച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ വെക്കും അച്ഛാന്ന് പറഞ്ഞു. എന്നോട് എടുത്തുമായി ചോദിക്കാം, കൊച്ചേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ഒരു ഫോട്ടോ വെച്ചതുകൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ സേവിക്കുന്ന ദൈവം മരിച്ചവനല്ല, ഇന്നും ജീവിക്കുന്നവനാണ്. അവനെ ഫോട്ടോ വെച്ച് ആരാധിക്കാൻ വചനത്തിനകത്ത് വ്യവസ്ഥയില്ല. കർത്താവ് ആത്മാവാക്കുന്നു, അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ദൈവ കൃപക്കകത്ത് ദൈവം കൊണ്ടുവന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവിന് ക്രിസ്ത്യാനി അടിസ്ഥാനം പാലിക്കേണ്ട പ്രമാണത്തിനകത്ത് ഈ തിരുമറിവ് വരുത്താമെങ്കിൽ പിന്നെ എന്തൊക്കെ കാര്യത്തിൽ അട്ടിമറി വരുത്താതിരിക്കുന്നത്? കർത്താവിന്റെ വചനം എന്നെ സത്യം പഠിപ്പിച്ചു. മാതാവിന്റെ ഭക്തിയും ദൈവം എന്നെ പുറത്തു ഞങ്ങളെ പഠിപ്പിച്ചു. 1950 മാതാവോടലോടെ സ്വർഗത്തിൽ പോയി എന്ന്. പ്രൈസ് ഗോഡ്. ഞങ്ങൾ അന്ന് മുതൽ മക്കളെ നമുക്ക് കർത്താവിന്റെ ചെല്ലാൻ യോഗ്യതയിൽ നമ്മൾ പാപികളാണ്. പിന്നെ യോഗ്യതയുള്ളത് അവനെ പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമല്ല. അമ്മ 50 സ്വർഗത്തിലോട്ട് പോയി. അവൾ സ്വർഗാനുമതി അവളോട് പറഞ്ഞാൽ അവളെല്ലാം യേശുവിന്റെ അടുക്ക കൊടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. പക്ഷെ ഇറങ്ങി കൊണ്ടുവന്ന് കർത്താവ് വചനം നൽകുകയാ. എല്ലാവരും സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. പള്ളി പറയുന്നു 1950 മാതാവ് സ്വർഗത്തിൽ പോയത്. അതിന് മുമ്പ് വരെ എവിടെയാണെന്ന് അറിയത്തില്ല. അന്നേരം അത് കണ്ടുപിടിച്ചത് അവിടെ പോയെന്ന്. പ്രൈസലോ. വചനം പറയുന്നു സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ലെന്ന്. വചനം നീ വിശ്വസിക്കുമോ? എന്നെ എത്തിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ പാരമ്പര്യത്തെ വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? ഞാൻ ചോദിച്ച സകല ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം, അതിന്റെ കർത്താവായ യേശു ക്രിസ്തു. അമ്മയുടെ ഭക്തിയിൽ നിന്നേച്ച് അല്ലെങ്കിൽ മറ്റു സകല മനുഷ്യ ദൈവങ്ങളുടെ ഭക്തിയിൽ നിന്നേച്ച് സത്യദൈവമായ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലേക്ക് എന്റെ കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തുവാനിടയായി. ഞാൻ 2008 അമേരിക്കയുടെ ദേശത്ത് കടന്നു പോകുമ്പോൾ അവിടെ ഞാൻ കർത്താവിനോട് വാങ്ങിച്ചു, കർത്താവേ എന്നെ ആ ദേശത്ത് നീ അയക്കുന്നുവെങ്കിൽ ഇവിടുന്ന് ഒരു കന്യാസ്ത്രീ വിശ്വാസത്തെ കൊണ്ടുവരാൻ എനിക്ക് കൃപ തരണം. ആമേൻ. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവം അസാധ്യ കാര്യങ്ങളെ മധ്യസ്ഥൻ യൂദ അല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്. ഒരു അസാധ്യ കാര്യങ്ങൾക്ക് യൂദ എടുക്കാൻ പോയാൽ ആഗ്രഹം പൊട്ടത്തരമാ. ഞാൻ ചോദിച്ച ദൈവം നമ്മുടെ ആഗ്രഹം അല്ലേ? നീ അവിടെ ചെന്നു, ഞാൻ തിരിച്ചു വരാൻ സമയമായി. പക്ഷെ എന്നെ ഡാൻസ് ചെയ്തൊരു ഫോൺ എനിക്ക് വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലൊരു കന്യാസ്ത്രീയുണ്ട്, രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, 60 വയസ്സുണ്ടോ. എന്റെ കർത്താവിന് വയസ്സ് പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഫോണിലൂടെ സംസാരിച്ച് എനിക്ക് മനസ്സിലായി ഫോണിൽ വേശുന്ന കാര്യമല്ല. ഞാൻ ഫിലാഡൽഫിയയിൽ ഡാലസിലെത്തിയ ഫ്ലൈറ്റില് അവിടെ ചെന്നൊരു പകൽ മുഴുവൻ ഇതിനോട് സുവിശേഷം പറഞ്ഞു. എല്ലാം വിശ്വസിക്കും, പക്ഷെ പോക്കറ്റിലെ ജപമാല മാത്രം കളയത്തില്ല. ഇതിനെ കെട്ടിലായിരുന്നു ഞാനും കുറെ നാൾ കളഞ്ഞേ. ഏത് വീട്ടിൽ പോയാലും ഒരു സ്പോണ്ടേനിയസ് പ്രയർ നടത്താൻ അറിയത്തില്ല. ഇതെടുത്ത് പിള്ളേരുടെ കഴിക്കാൻ കൊടുക്കും, ഇട്ടോ വിടുതരാം. ഇത് തലയ്ക്ക് വെച്ചാൽ മതി, ഇത് കഴുത്തിട്ടാൽ മതി, ഇത് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ജയിക്കും, നിങ്ങളുടെ കുടുംബജീവിതം ശരിയാകും, നിങ്ങളുടെ എല്ലാം ഓക്കെ ആകും എന്ന് പറയാൻ ഇത് മാത്രമേ അറിയത്തില്ലായിരുന്നു. ഒരു അവസാനം ആ പിടി എനിക്കും വന്നു. ഈ കന്യാസി തല്ലിക്കൊണ്ട ഇത് കളയത്തില്ല. അന്ന് രാത്രി ഞാൻ ആ സഹോദരി പറഞ്ഞു, സഹോദരി നീ ഈ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കേ. അതിനകത്ത് ഇങ്ങനൊരു പ്രാർത്ഥന നടത്താൻ ദൈവത്തിന്റെ ആലോചന ഇതിനകത്തുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കാണിക്കണം. നിന്നോടൊപ്പം ഞാനും ഈ രാത്രി എഴുന്നേറ്റ് മുട്ടുപടക്കാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരിക്കലും വായിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ദൈവം രാത്രി അതിനെ തൊട്ടു.
രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ കന്യാസി എഴുന്നേറ്റ് വന്ന് എന്റെ റൂമിൽ തട്ടി പറഞ്ഞ അഞ്ജലി എനിക്കും എന്റെ കർത്താവിന്റെ ജനത്തിന് സാക്ഷിയിരിക്കണം. സകല മൂഢാചാരങ്ങളെയും വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചോദിക്കും, ഞങ്ങള് കുഞ്ഞുനാളിൽ പോയി ഒന്ന് സ്നാനപ്പെട്ടതല്ലേ, ഇനി ബാക്കി ദൈവത്തെ അറിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചാൽ പോലെ, ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചു, കർത്താവ് ഒന്ന് സ്നാനപ്പെട്ടാൽ പോലെ, ഇനി സ്നാനപ്പെടണം. കർത്താവ് വേണ്ട മോളെ, ഒന്ന് സ്നാനപ്പെട്ടാൽ മതി. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഒന്നും കേൾക്കുമ്പോ സന്തോഷം, പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഏറ്റെടുത്ത സ്നാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലെങ്കിൽ നീ ഒന്നുകൂടെ മുഴുവൻ സ്നാനം നടത്തണം. നിന്റെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ നിനക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞാൽ അത് നിന്റെ ആകത്തില്ല, പറഞ്ഞവന്റെ ആകത്തുള്ളൂ. ഒരു വചനം എവിടെയുണ്ട്? മർക്കോസ് 16:16 പറയുന്നു, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവരോ ശിക്ഷാവിധിയിലകപ്പെടുവാനിടയാകും. ഞാൻ നോക്കുമ്പോ 2 മാസം മാത്രം പ്രായമുള്ള യേശു കുടിക്കാൻ അറിയാത്ത എന്നെ കൊണ്ടുപോയി വെച്ച് വെള്ളം കൊളിച്ചിട്ട് വെള്ളം വിടുന്നതിൽ എനിക്ക് കിട്ടുമോ? വയസ്സ് 10-26 ഉണ്ടെങ്കിലും എന്റെ കർത്താവിനെ വിശ്വസിച്ച് ജീവിതത്തിൽ ഏറ്റെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് മതം മാറുന്ന പരിപാടിയല്ല, ഇത് സംഘടനയിൽ ആളെ കൂട്ടുന്ന പരിപാടിയല്ല. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഇവിടുത്തെ പാസ്റ്റർമാരെ കരിയൊന്നും വാങ്ങിക്കാൻ പോകേണ്ട ഒരാവശ്യവുമില്ല. ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാന്യമായി ഇത് കരുതുന്നത് നിങ്ങളല്ല, എന്റെ ദൈവമാണ് എന്ന് രാത്രി നിങ്ങളോട് പറയണം. യാതൊരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വെച്ച് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ കർത്താവിനോടൊപ്പം ആ പ്രതീക്ഷയ്ക്കകത്ത് ഞങ്ങൾ ചെല്ലുമെന്ന് ഉറപ്പ് പ്രാപിക്കണമെങ്കിൽ യേശു കൽപ്പിച്ചിട്ടില്ലാത്തത്, ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്തത്, ആദ്യമസഭ ചെയ്തിട്ടില്ലാത്തത്, പഴയ നിയമത്തിൽ നിലവില്ലാത്തത്, ലേഖനത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലാത്തത് ആൾക്കാരെ മുഴുവൻ പറഞ്ഞിട്ട് നീ ചെയ്താൽ ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വിചാരിച്ചു സൈഡിലേവനോ പട്ടോ സ്വരൂപമണക്കോ കൊന്തയും പെരുന്നാളൊക്കെ എന്റെ യേശുവിന്റെ കൽപ്പനയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. വചനത്തിലേക്ക് വന്നപ്പോഴാണ് ഇതൊന്നും യേശു കൽപ്പിച്ചിട്ടില്ലെന്നും ഇവരാരും പഠിപ്പിച്ചിട്ട് ഞാൻ മുന്നിൽ അന്വേഷിക്കാൻ തുടങ്ങി. യേശു പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? യേശു കാണിച്ചത് മാതൃക എന്നാ? ഒരു പാപവും ചെയ്യാത്ത യേശു തമ്പുരാൻ 60 മൈൽ ദൂരം നടന്നു വന്ന യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാപക യോഹന്നാന്റെ കരംകിഴി സ്നാനപ്പെട്ട് പുറത്തു വരുമ്പോ ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാക്കുന്നത് നമുക്ക് ഉചിതമത്രേ. പിതാവിന്റെ റൂളിന്റെ കീഴിൽ നിന്ന് യേശു തമ്പുരാൻ മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനത്തിൽ നിന്ന് എനിക്കും നിനക്കും വേണ്ടി ഇത് ചെയ്ത് കാണിച്ചുവെങ്കിൽ മഹാഭാപികളായ നമ്മള് അല്ലെങ്കിൽ ഒന്നല്ല എത്ര തവണ സ്നാനപ്പെടണം? ഞാൻ ചോദിക്കുന്നു, ശിവരാജ് ദേശത്ത് എന്റെ യേശുവിനേക്കാൾ വലിയവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇത് കടന്നു വന്ന ഏറിയകളിൽ എന്റെ യേശുവിനേക്കാൾ വലിയവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണ്ട. ഇല്ല എങ്കിൽ അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുന്നത് നല്ല മനസ്സാക്ഷിക്കുള്ള ഒരുക്കമാ. സ്നാനം എന്ന് പറയുന്നത് യേശുവിനോട് ചേരുന്നതോ? സ്നാനം എന്ന് പറയുന്നത് അവന്റെ മരണം പങ്കുചേരുന്നതോ? വെളിപ്പാട് എന്റെ ജീവിതത്തിൽ കിട്ടി. ഈ ഒരു അഭിഷേകത്തിലേക്ക്, ഈ ഒരു കർത്താവിന്റെ കൽപ്പനയിലേക്ക് ഇറങ്ങുവാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം വന്നു. അതിനെന്തായാലും കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഇവനല്ല, അവരുടെ ഇഷ്ടം ചെയ്യുന്നവരത്രേ അവന്റെ മക്കൾ. വചനം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ വചനത്തിൽ ഇറങ്ങി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് എനിക്ക് നൽകി. പ്രൈസ് ഗോഡ്. പലരും ചോദിച്ചു, പലരും പല വഴികളും വെച്ച് എനിക്ക് തിരിച്ചു പോകാൻ. എന്റെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ട്, എന്റെ കുടുംബത്തിൽ കന്യാസികളുണ്ട്. എന്റെ കുടുംബക്കാരെ മുഴുവൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇനി കന്യാസിയാകാൻ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ നിൽക്ക്, ഞങ്ങൾ കല്യാണം ആലോചിച്ച് ഞങ്ങൾ നിന്നെ കെട്ടിച്ചു വിടാം. പ്രൈസ് ഗോഡ്. എന്നോട് പറഞ്ഞു, ഇന്നലെ കണ്ട പെന്തക്കോസ്തുകാരോട് നീ പോകുകയാണോടി, നിനക്ക് നാണമില്ലോ എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇന്നലെ കണ്ട പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിലല്ല, കർത്താവിനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നവന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാ. അതിന് എന്തൊക്കെ നഷ്ടം വന്നാലും അവന് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറാണ്. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിലോട്ട് ചാടുന്നതാണ്. കർത്താവിനെ അറിഞ്ഞത് കേട്ടോ. പക്ഷേ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു കർത്താവിനെ വളർത്തി. നീണ്ട 9 വർഷക്കാലമായി കൃപയ്ക്കകത്ത് കർത്താവിനെ നിർത്തി. അനേകിടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി എന്നെ എന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കുന്നു. അനേക ആപത്തുകൾ, അനേക അപകടങ്ങളൊക്കെ വന്നു. ശിവചനം വായിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ, ലേഖനത്തിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ജഡസന്ധതി, വാഗ്ദത്ത സന്ധതി ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ജഡസന്ധതി എന്നതാ നമ്മുടെ അപ്പനും അമ്മയിൽ നിന്നും നാം സ്വീകരിച്ച ഈ പുറത്തെ ശരീരമാണ് ജഡസന്ധതി എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. വാഗ്ദത്ത സന്ധതി എന്തെന്ന് ചോദിച്ചാൽ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യനാണ്. പക്ഷെ ഇവർ തമ്മിൽ എന്നും പോരാട്ടമാ. അവിടെയും ലാസ്റ്റിയുടെ മകൻ
സാറയുടെ മകനോട് കൂടെ അവകാശിയാവുകയില്ല. രണ്ടും തമ്മിൽ എന്തും അടിയാ. അവിടെ പുറത്തുള്ള അടിയാണെങ്കിൽ ഇവിടെ തന്നെ അടി നടക്കുന്നത്. നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനും തടസ്സം പുറത്തെ ഒരച്ചായനുമല്ല, പുറത്തെ ഒരമ്മാമയുമല്ല, നമ്മൾ തന്നെ. നിങ്ങൾ ഓർക്കണം, അകത്തിരിക്കുന്ന ആത്മാവിന് ഭയങ്കര ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ. ഇത്രയും നാളും കർത്താവിന് വചനം കേട്ടതല്ലേ, ഏതായാലും സ്നാനപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാന്ന് അകത്തെ മനുഷ്യൻ ദൈവത്തിൽ ജനിച്ചവൻ പറയുമ്പോൾ പുറത്തിരിക്കുന്നവർ പറയും വേണ്ട വേണ്ട, നമ്മുടെ നാട്ടിൽ ചെന്നാൽ നമ്മളെ വെച്ചേക്കത്തില്ല. അപ്പൊ തടസ്സം ആരാ? പുറത്തെ ആരാ? നമ്മളെ പുറത്തിരിക്കുന്നവർ പറയും ഇല്ല. അകത്തിരിക്കുന്ന മനുഷ്യൻ ഭയങ്കര ആഗ്രഹം, ഓസിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം. അകത്തിരിക്കുന്നവർ പുറത്തിരിക്കുന്നവർ പറയും ഇങ്ങോ ചെയ്യല്ലേ, വേണ്ട വേണ്ട, അത് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, അവര് ചെയ്തോളും. അകത്തിരിക്കുന്ന ആത്മാവ് പറയും നമുക്ക് ഒത്തൊരുമിച്ച് ഈ ദേശത്ത് വേല ചെയ്യാം. ഈ ദേശത്തെ പിടിച്ചടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഐക്യത, ഒത്തൊരുമ. ഇവിടെ കഴിവുകൾക്ക് കഴിയത്തില്ല, ഇവിടെ മിടുക്കുകൾക്ക് കഴിയത്തില്ല, ഒരു ഭവനത്തിൽ കയറിറങ്ങാൻ നമുക്ക് അനുവാദമില്ല. പക്ഷെ നിങ്ങളുടെ മാതൃകയോട് കൂടിയുള്ള ജീവിതം ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങളിലൂടെ ഈ ദേശത്തെ കർത്താവ് നിങ്ങളുടെ കരത്തിൽ തരുവാനായിട്ട് ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുവാനായിട്ട് തയ്യാറായി. വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ കണ്ണുനീരോടെ അദ്ദേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് രാത്രി വചനം പറയുന്നത് വിചാരമല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴിയല്ല നിങ്ങളുടെ വഴി. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരം നിങ്ങളുടെ വിചാരത്തെ കാട്ടിലും എന്റെ വഴി നിങ്ങളുടെ വഴിയെ കാട്ടിലും ഉയർന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? അനുവദിക്കാത്തിടത്തോളം കാലം ഇതിനെ പുറത്താക്കി കളയാൻ കർത്താവ് ആവശ്യപ്പെട്ടു. നിന്നെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? കീറിക്കളയാൻ പറ്റുമോ? ഇല്ല. നിന്റെ സകല മോഹങ്ങളെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് നിന്നെ ഉയർത്താതെ നിന്നെ പിറകോട്ട് വലിക്കുന്ന സകല കെട്ടുകളെയും ദൈവവചനത്തിൽ ആത്മാവിൽ നീ പൊട്ടിച്ചു കളയാൻ തയ്യാറാകണം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദാസിമകനെ പുറത്താക്കാനുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഞാൻ വിവരിക്കാനും പ്രസംഗിക്കാനും അല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ അല്പം വെള്ളം കൊടുത്ത് അപ്പോൾ അടയും കൊടുത്ത് ഈ വർഷമ മരുഭൂമിയിലേക്ക് ഇവരെ പറഞ്ഞു വിടുമ്പോൾ ഇവരുടെ നിലവിളിയുടെ നടുവിൽ, ഈ കുഞ്ഞിന്റെ മരണത്തിന്റെ അവസ്ഥയിൽ നിലവിളിയുടെ നടുവിൽ ആ മരുഭൂമിക്കകത്ത് ഒരു നീരുറവയെ കാണിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്. നിങ്ങളോട് പറയുന്നു, മരുഭൂമിയുടെ നടുവിൽ ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ഒരു ജനസന്തതിക്ക് വേണ്ടി ഒരു നീരുറവയെ തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ വാഗ്ദത്ത സന്തതിയാകുന്ന നിനക്ക് വേണ്ടി 1 അല്ല 10 അല്ല 100 അല്ല 10,000 വഴികളെ തുറക്കാൻ ദൈവം വിശ്വസിക്കുന്നു. അടഞ്ഞതുപോലെ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നീ ഭാരപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന